ഉത്തര കന്നഡയിലെ അങ്കോലയ്ക്ക് സമീപം ഷിരൂരിൽ കുന്നിടിഞ്ഞ് കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശിയായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ 9ാം ദിനവും പുരോഗമിക്കുകയാണ്. അതേസമയം തിരച്ചിൽ പുരോഗമിക്കുന്നതിനിടെ ലോറി കണ്ടെത്തിയെന്ന അഭ്യൂഹങ്ങളും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. ലോറി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മഞ്ചേശ്വരം MLA AKM അർഷഫ് പറഞ്ഞു. എന്നാൽ രക്ഷാപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച പ്രതികരണങ്ങളിൽ ആത്മവിശ്വാസമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പതിവിൽ നിന്ന് വിപരീതമായ ചില ആത്മവിശ്വാസം തനിക്ക് തോന്നിയതായും അഷ്റഫ് പ്രതികരിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തയ്യാറെടുപ്പുകളോടെയാണ് ഇന്ന് തെരച്ചിൽ ആരംഭിച്ചത്. എല്ലാവരും ഒരേ സ്ഥലത്തായിരുന്നു തെരച്ചിൽ നടത്തിയത്. രാവിലെ കർണാടക ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ എന്നെയും പങ്കെടുപ്പിച്ചിരുന്നു. അവരുടെ സംസാരത്തിൽ ആത്മവിശ്വാസമുണ്ട്. എല്ലാവരും ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് പരിശോധന തുടരുകയാണ്. ദുരന്തം നടന്നതിനു ശേഷം ഇത്തരത്തിൽ ആദ്യമായാണ്, MLA പറഞ്ഞു. എന്തായാലും മണ്ണുമാന്തി യന്ത്രം ഷിരൂരിൽ എത്തിച്ചപ്പോൾ പരിശോധന പുരോഗമിക്കുകയാണ്. 60 അടി വരെ ആഴത്തിൽ വരെ തിരച്ചിൽ നടത്താൻ കഴിയുന്നതാണ് ബൂം ലെങ്ത് മണ്ണുമാന്തി യന്ത്രം. ഗംഗാവലിപ്പുഴയിൽ റഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തുനിന്ന് തന്നെ നാവികസേന നടത്തിയ തിരച്ചിലിൽ സോണാർ സിഗ്നൽ ലഭിച്ചിരുന്നു. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ. ഇന്നലെ പുഴയിൽ നിന്ന് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. കുന്നിടിഞ്ഞ് പുഴയിലേക്ക് വീണ് കരയിലേക്ക് വെള്ളം ഇരച്ചു കയറിയപ്പോൾ കാണാതായ സണ്ണി ഹനുമന്ത ഗൌഡയുടെ മൃതദേഹമാണ് 4 കിലോമീറ്റർ അകലെ മഞ്ചിഗുണി ഗ്രാമത്തിൽ നിന്ന് ലഭിച്ചത്. സണ്ണി മണ്ണിനടിയിലായെന്ന് കരുതിയിരിക്കെയാണ് മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. 16 രാവിലെ 8:30 ഷിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത്. അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല. ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായും നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത്. റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു. എന്തായാലും അർജുന്റെ ലോറി കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഇരിക്കുന്നത്. അതിനുള്ള ഒരു ശുഭവാർത്ത തന്നെ പുറത്തു വരുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ മഞ്ചേശ്വരം MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. സൈന്യവും ഇത്തരത്തിൽ ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെ തിരച്ചിൽ നടത്തുന്നതുകൊണ്ട് പ്രതീക്ഷയേറുന്ന ഒരു വാർത്ത പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ 2 സിഗ്നലും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോറി ഇവിടെയുണ്ടെന്ന സംശയത്തിലേക്ക് എത്തിയതും ഇന്ന് തെരച്ചിൽ പുരോഗമിച്ചതും.